എന്തത്? എടാ ഇതിന് കണ്ണിന്റെ കാഴ്ച പോയോ? മനഃപൂർവ്വം കാണാത്തെ? ഏയ് ഞാൻ അതാ വരുന്നു തോന്നിയായി. അങ്ങോട്ട് കയറി ചെല്ലല്ലേ. ഗൈസ് കയ്യിൽ കിട്ടി. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് വെൽക്കം ചെയ്യാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാരി ടീച്ചർ പാർട്ട് 3 ചെയ്യുന്നുണ്ട് എന്ന്. എനിവേ ഗൈസ് ആ ഒരു വീഡിയോക്ക് നല്ല രീതിയിൽ വ്യൂസും കാര്യം വന്നു. ഐ ആം സോ ഹാപ്പി. ആ ഒരു വീഡിയോയിലകത്ത് ഞാനൊരു ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആ വീഡിയോ ഇട്ടത് രാത്രി 2 മണി ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് അതിനകത്ത് വീഡിയോസും കാര്യം ഇട്ട സമയത്ത് അതിൽ തംബ്നെയിലും കാര്യമൊക്കെ കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ സ്കാരി ടീച്ചറിന്റെ ആ വ്യൂസ് കയറിയത് ക്യാരി ടീച്ചർ എന്നാ നമ്മൾ കൊടുത്തത്. അത് മലയാളം ടൈപ്പിംഗ് ആയിരുന്നു. എനിവേ അത് നമ്മൾ നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് പറ്റിയാണ്. പക്ഷെ നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാത്തതിന് റീസൺ എന്താ വെച്ചാൽ അതിന് നല്ല വ്യൂസ് കയറി, കുറെ ആൾക്കാർ അത് കാണുന്നുണ്ട്. എനിവേ ബിഗ് താങ്ക് യു യൂട്യൂബിനോട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഇതിനകത്ത് ആഡ് പ്ലേ ചെയ്യുന്നുണ്ട്. എനിവേ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ 2-3 വട്ടം നോക്കുമ്പോൾ വിക്സിന്റെയും അതുപോലെ BGMIന്റെ ഒക്കെ ആഡ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഐ ആം സോ ഹാപ്പി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം നമ്മുടെ ചാനലിനകത്ത്. ഇനിയും നമ്മൾ വീഡിയോസും കാര്യമൊക്കെ ഇടും. സ്കാരി ടീച്ചർ പാർട്ട് 3 ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാപ്റ്റർ 1 നമ്മൾ കുറേ മിഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റുള്ള ഈ ഒരു 3 മിഷൻസ് ആണ്. ബാത്ത് ടബിൽ വെള്ളം ഇതാക്കുന്നതും പിന്നെ ശ്വാസം മുട്ടിക്കാനുള്ള ഒരു റൂമാണത്, പിന്നെ നമ്മുടെ തേനീച്ചയുടേതും. ഈ ഒരു 3 മിഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതൊക്കെ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എളുപ്പമായിക്കോട്ടെ എന്ന് കരുതി. പിന്നെ സ്കാരി ടീച്ചർ കൂടുതൽ ആൾക്കാരും ചാപ്റ്റർ 1 കുറച്ച് കൺഫ്യൂഷൻ ആകുമ്പോഴാണ് യൂട്യൂബിനകത്ത് വീഡിയോസും കാര്യമൊക്കെ നോക്കുന്നത്. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. ഓക്കെ, നമ്മളിപ്പോ ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോറി, വീഡിയോ അല്ല, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം 568 നമ്മുടെ റൂമിന്റെ ആണിത്, നമ്മുടെ ഗെയിമിംഗ് റൂമിന്റെ വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് അടിക്കട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ വീഡിയോ. അതെല്ലാരും കാണാത്തവരൊക്കെ പോയി കാണുക. എനിവേ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പൊ നമുക്ക് നേരെ ഗെയിമിംഗ് വീഡിയോയിലോട്ട് പോവാം. എനിവേ തള്ള അവിടെ എന്താ നമ്മുടെ പരിപാടി, ഇതിനകത്ത് വാട്ടർ കളിക്കും. ഓക്കെ, ജെല്ല് ഈ സാധനം അവിടെ ഏത് അടുക്കളയിലാണ്? ഓക്കെ, ഇത് അടുക്കളയിലാണ് ഈ സാധനം. ഇതുവരെ 21 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു 1K എത്തിച്ചാലേ നമുക്ക് യൂട്യൂബ് നമ്മുടെ വീഡിയോസ് പിന്നെ സ്റ്റക്ക് ആവാതെ പ്രോപ്പറായി അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. തള്ള ഇങ്ങോട്ടാണോ വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് നമുക്ക് മെയിനായിട്ട്. ഇതിനകത്താണ് നമ്മുടെ ഈ സാധനം. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് സാധനം എടുക്കുക. അതിനകത്തൊന്നുമല്ല, ഇവിടെയാണ് സാധനം. ഓക്കെ, തള്ള ഇങ്ങോട്ടാണ് വരുന്നത്. നമുക്ക് ഇവിടുന്ന് ചാടി രക്ഷപ്പെടണം. ഇനി നമുക്ക് നേരെ പോയിട്ട് മേലെ കയറണം. മേലെയാണ് നമുക്ക് പരിപാടി. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ ഈ തള്ള അങ്ങോട്ട് വേഗം വരും. ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ സ്കാരി ടീച്ചർ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ. നമ്മൾ അതിൻ്റെയൊക്കെ വ്യൂസൊക്കെ ഒന്ന് നോക്കും, എന്നിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. എന്തായാലും തള്ള അടിയിലാണ്. നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇതുകൊണ്ട് പോയി കലക്കണം. അയ്യോ അയ്യോ, ഇതിങ്ങനെയല്ല, ഇതിങ്ങനെയല്ല. ഓക്കെ, ഇത് ഷാമ്പൂവിനകത്ത് മിക്സ് ചെയ്യുക, അങ്ങനെ എന്താണ് അല്ലേ? അല്ല അല്ല, ഇത് നേരെ ചെന്ന് ഇതിനകത്തേക്ക് ഇടുക. ശേഷം ഇത്, ഓ ഗായ്സ്, ഇത് നമ്മളൊരു മിസ്റ്റേക്ക് വരുത്തി. നമ്മളത് ഇട്ട പാടെ തള്ളക്ക് ഇൻഫർമേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. തള്ള വന്നാ പെട്ട്, നമുക്ക് അങ്ങോട്ട് വരാൻ അയക്കാൻ പാടില്ല. നമുക്കൊരു സാധനം കൂടി എടുക്കാനുണ്ട് ഇതിനകത്ത്. അത് വേറെ ബാത്റൂമിലാ. തള്ള കണ്ട് നമ്മളെ കണ്ട്. എവിടെ 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 എവിടെ? ആ ബാത്റൂമിനകത്താടാ സാധനം. അയ്യോ, ആ ബാത്റൂമിനകത്ത സാധനം. തള്ളയാണെങ്കിൽ നമ്മളെ വിടുന്നു പോലും ഇല്ല. ഇതാ ഈ സാധനം. ഓക്കെ, സാധനം കിട്ടി. ഇനി വേഗം തള്ള ആ റൂമിക്ക് പോകാൻ അയക്കരുത്. തള്ളനെ ഓടിച്ച് അടിയിൽ കറക്കണം. കണ്ടോ? ആ കണ്ട്. വാ 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 വാ. കണ്ടോ? എന്തത്?
എടാ ഇതിന് കണ്ണിന്റെ കാഴ്ച പോയോ? മനഃപൂർവ്വം കാണാത്തെ. ഏയ് അതാ വരുന്നു എനിക്ക് തോന്നിയായി. ലേ അങ്ങോട്ട് കയറി ചെല്ലല്ലേ. ഗൈസ് കയ്യില് കിട്ടി. സാരല്ല സാരല്ല, സാരമില്ല സാരമില്ല. നമുക്ക് ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ളതാണ്. സാരമില്ല. എവിടെ എവിടെ ഞാനത് തീരെ എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ കുറെ പേര് അവിടെ നിന്നുള്ള ആ ഒരു ജെല്ലന് ആ ഷാമ്പുവിനെ എടുക്കാൻ നോക്കും. കാരണം അവർ ഈ രണ്ട് സാധനത്തിന് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന്റെ ബോട്ടിൽ ഒരേ കളറാണ്. കളർ മാത്രല്ല ഒരേ ഷേപ്പാണ്. മൈക്കൊക്കെ ഇല്ലേ? ഓക്കെ, ഒരു ലോഡ് റൂമുകളുണ്ട്. ആകെ ഇതിനകത്ത് ഈ ഒരൊറ്റ തള്ളേ ഉള്ളൂ. ഓ, അടുക്കളയിൽ നിന്ന് നമ്മൾ ആ സാധനം പോലും എടുത്തിട്ടില്ല. അതെടുക്കണം. ഇവിടെ അല്ലേ അത്? ഓക്കെ, ഈ സാധനം കിട്ടിട്ടോ. ഇനി നമുക്ക് വേറെ അടുക്കളയിൽ പോയിട്ട് ആ മറ്റേ സാധനം എടുക്കണം. തള്ള മേലെ കയറി വരുന്നുണ്ട്. ഇതുവഴി നിലത്തേക്ക് ആടിയാലോ? ചേടാ, അത് പൂട്ടിയിട്ടേക്കാണ്. നമുക്ക് നേരെ ജിമ്മിൽ കൂടെ പോയി പുറത്തേക്ക് ചാടാം. നേരെ പുറത്തേക്ക് പോവാം. തള്ളതാണ്ടോ അടിക്ക് വരുന്നൊക്കെ. നമ്മളിപ്പോ ഇങ്ങോട്ടാ വരുന്നേന്ന് ഇതിന് എങ്ങനെ മനസ്സിലായി? എടാ നമ്മളെ ഇക്കൂടെ പോണേ. ഏതാ വീടിന്റെ സൈഡിൽ കൂടി നടക്കേ? ഇത് ഗെയിമിന്റെ ഗ്ലിച്ചാ? എടാ ഫുള്ള് ഇങ്ങനെ പോവാലോ. തള്ള ഓക്കെ, തള്ള പുറത്തുണ്ട്. തള്ള പുറത്താണ്. നമുക്ക് ഈ ഒരു സമയം കൊണ്ട് വേഗം അടുക്കളയിൽ കയറി സാധനം എടുക്കണം. അതൊക്കെ ഉണ്ടാ വീണ്ടും വീട്ടിനകത്തേക്ക് കയറി വരുന്നുണ്ട്. വേഗം ഈ സാധനം എടുത്തിട്ട് അടുക്കളയിലൂടെ മേലേക്ക് മാറി വഴി ഉണ്ടായിരുന്നല്ലോ. നമ്മൾ അടുക്കളയിലൂടെ മേലേക്ക് വരാനുള്ള പരിപാടിയാണ്. പക്ഷെ നമ്മൾ അയക്കൂല. നമ്മൾ അതിന് മുമ്പ് നമുക്ക് വേണ്ട സാധനം മൊത്തം കിട്ടി. അവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. എവിടെ 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 തള്ളയുടെ റൂം എവിടെ? ഓക്കെ, എനിവേ ഗൈസ്, ഈ മിഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത മിഷനിലോട്ട് പോവുകയാണ്. അടുത്ത മിഷൻ എന്താന്ന് ചോദിച്ചാൽ, അടുത്ത മിഷൻ ഇപ്പൊ എന്തായിരുന്നു? അടുത്ത മിഷന് ഓക്കെ, ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം മൊത്തം പാതയായിരിക്കും. ഓക്കെ, തള്ള മേലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആയാൽ മതി. വലിയ പണിയൊന്നുമില്ല. ഇവിടെ മാഡ് ഔട്ട് 2ന്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് പോയി കാണുക. നമ്മൾ മാഡ് ഔട്ടിന്റെ ഒരു വീഡിയോ ചെയ്യാൻ കരുതുന്നുണ്ട്. ഒരു ഗെയിമിംഗ് വീഡിയോ ചെയ്യാൻ കരുതുന്നുണ്ട്. അപ്പൊ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ പറയാ. ഓക്കെ, ആക്ച്വലി നമ്മുടെ റൂമിന്റെ വീഡിയോക്ക് 600 സംതിങ് വ്യൂസ് ആയിട്ടുണ്ട്. അതുപോലെ മാഡ് ഔട്ട് 2ന്റെ 500 ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും തള്ള അതിനകത്ത് കയറിയിട്ടുണ്ട്. വെള്ളത്തിന്റെ കളറ് മാറി. ഓക്കെ, നമുക്ക് അടുത്ത മിഷനിലോട്ട് പോകാം. ഓക്കെ, തള്ള വർക്കൗട്ട്. ഓക്കെ, അടുത്ത മിഷൻ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ കാണുന്ന സാധനം കണ്ടോ, ഒരു മരപ്പെട്ടി പോലത്തെ. അതിനകത്ത് ഈ തള്ള മറ്റേ ഇതൊക്കെ ഓണാക്കിയിട്ട്, തണുപ്പാണ് തോന്നുന്നു, അറിയില്ലൊക്കെ അതിനെ പറ്റിയിട്ട്. അത് ഓണാക്കിയിട്ട് അതിനകത്ത് കയറിയിരിക്കും. നമുക്ക് ആ സമയം കൊണ്ട് എന്ത് ചെയ്യണം? അതിനകത്തൊരു സാധനം, ഒരു സ്മോക്കോ അനെന്തോ കൊണ്ട് ഇടണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ ഗൈസ്, തള്ള ഇതിൻ്റെ അകത്ത് വീടിനകത്തൊന്നല്ല കൊണ്ടുവച്ചേക്കുന്നത്. വീടിന്റെ പുറത്തൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ഇതുണ്ടോ? ഇതിനകത്താണ് ഈ തള്ള കൊണ്ടുവച്ചത്. ഇതെന്താ? അത് ശരി, ഇതെടുക്കാനും പറ്റൂലേ? ഓ, അത് പോയി. എന്തായാലും ഇവിടെയാണ് അത് സാധനം വെച്ചിട്ടുള്ളത്. അയ്യോ, എവിടെടാ? ഓക്കെ, ഇതായിരിക്കണു. എന്തായാലും സാധനം കിട്ടി. ഇനിയുള്ള നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടിയിലോട്ട് ചെല്ലുക. തള്ള വരുമ്പോൾ ആ ഒരു സാധനത്തിൽ അതല്ല, അതിനകത്ത് കയറി ഇരിക്കുന്ന സമയത്ത് നമ്മൾ നൈസ് പോയി ഡോറ് കുറ്റിയിടുക, അല്ലെങ്കിൽ നമ്മളെ തൂക്കും. ഇവിടെ നിൽക്കാല്ലേ? ഓക്കെ ഗൈസ്, വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നുകൂടെ പറയാണ്, തള്ള അടിയിലോട്ട് വരുന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഫൈനലി തള്ള അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ സാധനത്തിൽ കയറാൻ പോകുന്നുണ്ട്.
ഓക്കെ ഓക്കെ അതിനകത്ത് കയറി അവിടെ ഇരുന്ന് അതിനകത്ത് നിന്ന് സ്മോക്കും കാര്യം വരുന്നുണ്ട്. നൈസിൽ പോയിട്ട് ഈ സാധനം പൂട്ടാം, അല്ലെങ്കിൽ തള്ളക്ക് പുറത്തിറങ്ങാൻ പറ്റും. ഇപ്പൊ തള്ള നമ്മളെ കണ്ടിട്ടില്ല, നമുക്ക് നൈസി മേലേക്ക് പോയിട്ട് ഇതിനകത്തേക്ക് സ്മോക്ക് അങ്ങിടും. അപ്പൊ എന്താവും, സ്മോക്ക് അതിനകത്ത് പോയിട്ട് സ്മെൽ ആകെ പുകഞ്ഞ് ശ്വാസം മുട്ടി തള്ളനെ നമുക്ക് കൊല്ലാം. ഓക്കെ ഓക്കെ തള്ളക്ക് നല്ല 8ന്റെ പണി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ലാസ്റ്റ് മിഷൻ ഇതാണ്. കുറെ ആൾക്കാർ പെട്ടുപോകുന്ന ഒരു മിഷനാണ്. കുറെ ആൾക്കാർ യൂട്യൂബിൽ നോക്കാറുണ്ട്. നമ്മളിപ്പോ ഇത് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. അതായത് ഇതിനു മുമ്പുള്ള കുറെ മുന്നേ, ഒരു വർഷം മുന്നൊക്കെ ഉള്ള യൂട്യൂബ് ചാനൽസ് ഇതിന്റെ സൊല്യൂഷൻസ് ഇടും. അതായത് എങ്ങനെ ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഒരു സൊല്യൂഷൻസ് നോക്കിയാൽ കാണാം. ഈ വീടിന്റെ ടോപ്പ് എൻഡിൽ ആ ഒരു ഭാഗം കണ്ടോ, അവിടെ ആയിട്ടാണ് ഈ ഹണിബീന്റെ കൂട് ഉണ്ടാവുക. പക്ഷെ ആ കൂട് ഇപ്പൊ അവിടെ ഉണ്ടാവില്ല. അത് ഈ ഗെയിം മാറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് അവിടെ അല്ല ഉള്ളത്. ഓക്കെ നമ്മളെ കണ്ട് പിടിച്ച്. എന്തായാലും അവിടെ അല്ല ആ സാധനം ഉള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം. ആരും അവിടെ പോയി തപ്പണ്ട. ഞാൻ അവിടെ പോയി 2-3 വട്ടം ആ വീടിന്റെ മേലെ മൊത്തം നോക്കി, അവിടെ ഒന്നും സാധനമില്ല. പിന്നെയാണ് മനസ്സിലായ ഒരു സ്പോട്ട് ഉണ്ട്. ഞാൻ എന്തായാലും ആദ്യം പോയി അത് എടുക്കരുത് ആദ്യം പോയി ഗ്ലൗ തപ്പുക. ഗ്ലൗ ഉണ്ടാവും മേലെ, ആ ഗ്ലൗ എടുത്തിട്ട് ഹണിബീന്റെ കൂടെ എടുക്കുക. പിന്നെ നമ്മുടെ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ടാപ്പ് എടുക്കാനുണ്ട്. ടാപ്പ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പെട്ടി തുറന്ന് അതിനകത്ത് സാധനം വെക്കും. കത്രിക ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ എടുത്തിട്ട് തള്ളയമ്പാട് ആ സ്ഥലത്തുനിന്ന് പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നേരെ ചെല്ലുക. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ ആകെ കുടുങ്ങും. അപ്പൊ നേരെ മേലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതാ ഓഫീസിൽ ചെല്ലുക. ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ടാപ്പ് ഇരിക്കുന്നുണ്ടാവും. ടാപ്പ് എടുക്കുക. ഇനി നമുക്ക് ഇതെന്താ സാധനം? ഓ ബ്ലേഡ്. ഇതായാലും കുഴപ്പമില്ല, കത്രിക ആയാലും കുഴപ്പമൊന്നുമില്ല. ബ്ലേഡ് എടുത്തിട്ടുണ്ട്. തള്ള അടിക്ക് പോവാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഗ്ലൗ എടുക്കാണ്ട്. ഗ്ലൗ എവിടെ? ഗ്ലൗ വർക്ക്. ഓക്കെ ഇവിടെ ഉണ്ടാവും ഗ്ലൗ. ഇതാ ഗ്ലൗ കിട്ടി. ഇനി നമുക്ക് നേരെ അടിയിലേക്കാണ് പോകേണ്ടത്. കുറെ ആൾക്കാർ ഇവിടെ കൺഫ്യൂഷൻ ആവും. ഈ പണ്ടാരത് പ്രതിമനൊക്കെ കൊടുന്ന് വെച്ചിട്ട് അണ്ണാക്കി കയറി കൊടുത്തു. എന്തായാലും നമ്മളെ കിട്ടുമൊന്നുമില്ല, അത് വേറെ കാര്യം. എനിവേ കോണി എടുക്കുക. കോണി എടുത്തിട്ട് നേരെ അടിയിലോട്ട് ചാടിയിട്ട് നേരെ ചെല്ലുക. ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്യാട്ടോ, മറക്കണ്ട. ഓക്കെ നമ്മൾ അടിയിൽ പോയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നിന്ന് കോണി ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ അപ്പോൾ കറക്റ്റ് ചെല്ലും. ഇവിടെയാണ് നമ്മുടെ കൂടിരിക്കുന്നത്. കൂടെടുക്കുക. ഓക്കെ കൂടെടുത്തിട്ട് നമുക്ക് ആ ഒരു ഇതിനകത്ത് കൊണ്ടുപോയി ഇടണം. തള്ള പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് അകത്ത് കയറാൻ ഒരു ഭാഗം നോക്കി നടക്കുകയാണ്. ഇവിടെയൊക്കെ ടാപ്പ് ഒട്ടിച്ച് വെച്ചേക്കുക തള്ള. ഈ തള്ളക്ക് എന്തിനാണ് അത്രയും വലിയ വീടൊക്കെ? എന്തായാലും തള്ള നമ്മളെ വെറുതെ വിടൂല. ആ ഒരു സ്പേസ് തള്ള പോയാലേ നമുക്ക് അതിനകത്ത് സാധനം വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ തള്ള മേലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് മുതലാക്കാം. ഓക്കെ ഗൈസ് തള്ള മേലേക്ക് പോയി. എന്താ അവിടെ? അവിടെയും കെണി വെച്ചിട്ടുണ്ട്. തള്ള മേലേക്ക് പോയ സമയത്ത് നമുക്ക് നേരെ പോയി പെട്ടി തുറന്ന് കാര്യങ്ങൾ സെറ്റാക്കാം. നേരെ പോയി ആദ്യം പെട്ടി കീറണം. ശേഷം പെട്ടി തുറന്ന് അതിനകത്തേക്ക് ഇത് വെക്കണം. ശേഷം ടാപ്പ് ഉപയോഗിച്ച് സീൽ ചെയ്യണം. ഓക്കെ മിഷൻ കംപ്ലീറ്റഡ്. എത്രയും വേഗം ഇനി ഇവിടുന്ന് പോകണം, ഇല്ലെങ്കിൽ തള്ള പിടിച്ച് പ്ലക്കും നമ്മളെ. അതുകൊണ്ട് പുറത്തിറങ്ങി പോകാം. ഓക്കെ തള്ള തുറക്കുന്നു, സാധനം നോക്കുന്നു. എവിടെ തേനീച്ചക്കൂട്? എവിടെ തേനീച്ചക്കൂട്? എടുത്തു, കിട്ടി. ഓക്കെ അപ്പോൾ നമ്മുടെ ഇതിന്റെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമന്റ് ചെയ്യും. ഓക്കെ സ്കാരി ടീച്ചർ സീരീസ് ഇനിയും വേണമെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം. ഓക്കെ നമ്മൾ കാര്യം വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.